നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ പുതിയ പുതിയ വിശേഷങ്ങളാണ്. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണിക്കും. വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ നിധിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്ന് കരുതിയതാണ്. അങ്ങനെ ഒടുവിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ സുഭാഷിനോട് പറഞ്ഞു, എനിക്കിപ്പോൾ സന്തോഷമായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് ഈ സർട്ടിഫിക്കറ്റിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം എന്നെക്കുറിച്ചൊരു മതിപ്പൊക്കെ തോന്നില്ലെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ നിധി സുധീഷിനെ ഒന്ന് നോക്കി. പിന്നീട് നിധി പറഞ്ഞു, എന്താണല്ലോ ആ ചെയ്ത മോശമായിപ്പോ എന്ന് പറഞ്ഞു. എന്ത് ചെയ്ത മോശമായിപ്പോയി? ഒന്നുമല്ലേലും യൂണിവേഴ്സിറ്റിയിൽ ഒരു ജോലിക്കാരിയല്ലേ അവര്. അവരുടെ മുന്നിൽ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഇങ്ങനെ അഴിച്ചിട്ട് റൗഡികളെ പോലെ നിൽക്കുന്നത് ശരിയാണെന്ന് ചോദിച്ചു. ഓഹോ, ഇതേ അസൂയ കൊണ്ട് പറയണ എനിക്കറിയാം, ഇത് പൊസസീവ്നെസ് ആണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, എനിക്ക് പൊസസീവ്നെസ്സോ? പിന്നെ അതങ്ങനെ ഒന്നുമില്ലാന്ന് പറഞ്ഞു. പിന്നെ ആണോന്നോ? ഇതൊക്കെ പറയുന്നത് കേട്ടാൽ തന്നെ അറിയാം. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, ഒന്ന് പോ സുധീഷ് എന്നൊക്കെ പറഞ്ഞു. സുധീഷിന് മനസ്സിലായി, അപ്പൊ താൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണ്ടായിരിക്കുന്നേ. പുറമേ ഇങ്ങനെ പൊസസീവ്നെസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ടെന്ന് മനസ്സിലായി. ആ സമയത്ത് നികേഷ് ഹരീഷിന്റെ വർക്ക്ഷോപ്പിലായിരുന്നു. ചന്തു 2 ജ്യൂസൊക്കെ മേടിച്ചിടന്ന് ഒന്ന് നികേഷിനും കൊടുക്കുന്നുണ്ട്, ഒന്ന് ഹരീഷിനും കൊടുക്കുന്നുണ്ട്. പിന്നീട് നികേഷ് പറഞ്ഞു, ഹരീഷേട്ടനെ ഇങ്ങനത്തെ ഒരു ബൈക്ക് മേടിച്ചുകൂടെ? എടാ ഇത് പഴയതാടാന്ന് പറഞ്ഞു. പഴയതോ? അതെ, ഇത് പഴയ മോഡലാ. നീ ഡിഗ്രി കഴിഞ്ഞ് കഴിയുമ്പോൾ സുഭാഷ് എന്നോട് പറയുവാണെങ്കിൽ നിനക്ക് പുതിയൊരു ബൈക്ക് മേടിച്ചു തരുമല്ലോ, ഇപ്പോഴത്തെ മോഡൽ ബൈക്ക്. അത് കേട്ടതും നികേഷ് പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ ബൈക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്തു പറഞ്ഞു, അതെ, നീ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിനക്ക് പറയുന്ന എന്താന്ന് വെച്ചാൽ സുഭാഷേട്ടൻ മേടിച്ചു തരും. അല്ലെങ്കിൽ ഹരീഷേട്ടനൊക്കെ അല്ലടെ ഉള്ളത്. പിന്നെ നീ എന്തിനാ ബുദ്ധിമുട്ടുന്ന നികേഷ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഒരു കസ്റ്റമർ അങ്ങോട്ട് വന്നു. കസ്റ്റമർ അങ്ങോട്ട് വന്നിട്ട്, ഈ ബൈക്ക് നോക്ക്, ഇതെന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്നൊക്കെ പറയണം. അങ്ങനെ നോക്കിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം അയാളോട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ചോദിച്ചു, അല്ല ഇതാരാ എന്ന് ചോദിച്ചു. അനിയനാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, ഇതെൻ്റെ ഏറ്റവും ഇളയ അനിയൻ നികേഷാന്ന് പറഞ്ഞു. അല്ല ചേട്ടൻ്റെ വിവാഹം വീണ്ടും മുടങ്ങിയല്ലേ ഹരീഷ് എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹരീഷിന് നല്ല സങ്കടവും ദേഷ്യമായി. കാരണം നികേഷ് കേട്ടോണ്ടിരിക്കല്ലേ ആ കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, അതെ, എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞില്ലായിരുന്നു. എൻഗേജ്മെന്റ് മാത്രമല്ല, കല്യാണം ആയില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ച മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ കല്യാണ പത്രികയൊന്നും അടിച്ചിറക്കിയില്ലായിരുന്നല്ലോ. നിങ്ങളെ ക്ഷണിക്കുകയും ചെയ്തല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അയ്യോ ഹരീഷേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അതെ, നിങ്ങൾ വണ്ടിയുടെ കാര്യം പറയാൻ വേണ്ടി വന്നാണെങ്കിൽ അത് പറഞ്ഞിട്ട് പോകാൻ നോക്ക്. കൂടുതൽ വീട്ടുകാരും ഒന്നും അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞു. ഹരീഷ് നല്ല ദേഷ്യ സങ്കടമായിരുന്നു. പിന്നീട് അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നികേഷ് ചോദിച്ചു, എന്താ ഹരീഷ് ഏട്ടത്? വരുന്നവരൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോയെന്ന് ചോദിച്ചു. ചന്തു പറഞ്ഞു, ഉണ്ടോന്നോ? എൻ്റെ നികേഷ്, നിനക്ക് എന്തറിയാം? ഇവിടെ ഓരോരുത്തർ ഓരോന്ന് വന്നൊക്കെ ചോദിക്കും, കല്യാണം മുടങ്ങുന്നതിനെക്കുറിച്ചും വീട്ടുകാര്യത്തെക്കുറിച്ചും ഒക്കെ. ഹരീഷ് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആടാ, നമ്മൾ ഓരോ ഫീൽഡിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളെ അറിയാവുന്നവർ ഇങ്ങനെയൊക്കെ പലതും വന്ന് ചോദിച്ചെന്ന് നിൽക്കും. അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടിരിക്കണമെന്ന് പറഞ്ഞു. നികേഷിന് ഭയങ്കര വിഷമമായി. കാരണം ഒരു പക്ഷേ എങ്കിൽ താനും കൂടെ കാരണമാണോ ഈ വിവാഹം മുടങ്ങിയെന്നൊരു ചിന്ത. പാവ സുഭാഷേട്ടന് വീട് വിട്ടുപോകാൻ മനസ്സിലാത്തതുകൊണ്ട് മാത്രമാണ്. തനിക്ക് സങ്കടമാണല്ലോ സുഭാഷേട്ടൻ വീട് വിട്ടുപോകുന്ന കാര്യം ഓർത്തിട്ട്. പിന്നീട് നികേഷ് നിന്നില്ല, ഞാൻ പോകാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, എടാ ഇത്തിരി കഴിഞ്ഞിട്ട് പോവാം. നികേഷിന് സങ്കടമായെന്ന് മനസ്സിലായി. അത് ശരിയാകത്തില്ല, ഞാൻ പോയേക്കുക എന്നും പറഞ്ഞിട്ട് നികേഷ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ആ സമയം ചന്തു ഹരീഷിനോട് പറഞ്ഞു, അതെ ഹരീഷേട്ടാ, നികേഷിന് വിഷമിച്ചാണല്ലോ പോയെന്ന് പറഞ്ഞു. അത് ശരിയാ, അവന് സുഭാഷേട്ടൻ്റെ കല്യാണം നടക്കാത്തതിൽ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ഓർത്ത് ഇനിയിപ്പോൾ അവന് സങ്കടമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? പറ്റിയ പെൺകുട്ടികളെ വരണ്ടേ എന്നൊക്കെ പറയാണ്. ഇതേ സമയം നിധി സുധീഷും വീട്ടിലേക്ക് പോവാണ്. നിധി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ആ സമയം സുധീഷ് പറഞ്ഞു, ഇന്ന് ജോലിക്ക് പോകണ്ട ഞാനാ, പക്ഷേ എങ്കിൽ ജോലിക്കും പോകാതെ നിനക്ക് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിന് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നിരിക്കുന്നു. എന്നിട്ടോ ഒരു ട്രീറ്റ് പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും നിധി പറഞ്ഞു, അതെ, ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. ഇത്ര പെട്ടെന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് അവർ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതിനു വേണ്ടി ഞാൻ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? താങ്ക്സ് എന്ന് പറഞ്ഞു. അതെ, താങ്ക്സ് തന്നെ ഒതുക്കണ്ട, നല്ല ട്രീറ്റ് വേണമെന്ന് പറഞ്ഞു. ട്രീറ്റോ? എനിക്കൊരു കാര്യം ചെയ്യാം, വണ്ടി ഈ സൈഡ് ചേർത്ത് നിർത്താൻ പറഞ്ഞു. എന്തിനാ നിർത്താനായിട്ട് പറഞ്ഞു. പിന്നീട് നിധി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോണേ. ഇവളിത് എങ്ങോട്ടാ പോണേ? സുധീഷിന് ടെൻഷനായി. നോക്കിക്കഴിഞ്ഞപ്പോൾ നിധി പോയി 2 ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നുണ്ട്. ഇത് പിടിക്കാൻ പറഞ്ഞു. കൊള്ളാലോ, ഒരു ദിവസത്തെ ജോലിയും കളഞ്ഞ് ഞാൻ ഇവിടെ നിന്നിട്ട് കാർ ഓടിച്ച് കൂട്ടിക്കൊണ്ടുപോയി യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വന്നേന്
തന്നിരിക്കുന്ന 40 രൂപയുടെ ഐസ്ക്രീം. നീ ആള് കൊള്ളാലോ എന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇപ്പം ഇത്ര മതി, സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി, എനിക്കൊരു ജോലി കിട്ടെ, അപ്പം ഞാൻ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും. സുധീഷിന് മാത്രമല്ല നമ്മുടെ ഫാമിലിയുള്ള എല്ലാവരെയും വിളിച്ചോണ്ട് പോയി ഞാൻ ട്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, ഓഹോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നെ തനിച്ചു കൊണ്ടായാൽ മതി. അത് ശരിയാകത്തില്ല, നമ്മൾ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഓ കുടുംബത്തിലുള്ള എല്ലാവരെയും, അപ്പം ഇത്ര പെട്ടെന്ന് കുടുംബക്കാരൊക്കെ ആയല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ നിധി ഇങ്ങനെ സുധീഷിനെ ഒന്ന് നോക്കുകയാണ്. എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? അപ്പോഴേക്കും നിധി പറഞ്ഞു, അതെ തൽക്കാലത്തേക്ക് ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു തർക്കമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, എന്തായാലും കൊള്ളാം, അത്രയും വലിയ നല്ല കാര്യമൊക്കെ ചെയ്തിട്ട് എനിക്ക് വാങ്ങിച്ചു തന്നിരിക്കുന്ന ഒരു ഐസ്ക്രീം. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. എന്താ അല്ല നിങ്ങളവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ ഞാൻ കണ്ടല്ലേന്ന് പറഞ്ഞു. ഓ ഇപ്പം ഇനിയിപ്പോൾ അതായിരിക്കും പ്രശ്നം. അത് കേട്ട ഇപ്പം നിധി പറഞ്ഞു, നിങ്ങളിപ്പോൾ എന്ത് കാണിച്ചാലും എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. നിങ്ങളല്ലേ പറഞ്ഞു എനിക്ക് പൊസസീവ്നെസ് ആണ്, എനിക്ക് അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, എങ്കിൽ പിന്നെ എന്താ, ഞാൻ ആ ഷർട്ടിൻ്റെ ബട്ടനൊക്കെ അഴിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ചീത്ത പറഞ്ഞു തന്നെ. ഓഹ് അതാണോ? യൂണിവേഴ്സിറ്റി വരുമ്പോൾ അതിൻ്റെ ഒരു മര്യാദയും കാര്യങ്ങളൊക്കെ ഇല്ലേ? നമ്മൾ ഒരു ജോലിക്കാരുടെയൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ആ രീതി നിൽക്കണം, അല്ലാതെ ഇങ്ങനെ കോളേജിലൊക്കെ പിള്ളേരിങ്ങനെ സ്റ്റൈല് കാണിച്ച് നടക്കുന്ന പോലെ ഇങ്ങനെ നടക്കുമല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു നീതി അത് അനുകരിച്ച് കാണിക്കണം. അത് കണ്ടപ്പോൾ സുധീഷിന് ചിരി വന്നു. സുധീഷ് പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. എന്താ അല്ല നടക്കുന്ന രീതിയെ. അപ്പോഴേക്കും നിധി വീണ്ടും കാണിച്ചു കൊടുത്തു. സുധീഷ് അവിടെ കിടന്ന് ചിരിക്കണം. എന്നിട്ട് എന്തേ ഐസ്ക്രീം കഴിക്കാനും പറഞ്ഞ് ഐസ്ക്രീം അങ്ങോട്ട് തിരികെ കൊടുത്തു. കൊള്ളാലോ ആള്, എല്ലാവരെയും അപ്പം അനുകരിക്കാനൊക്കെ അറിയാമല്ലേന്ന് ചോദിച്ചു. പിന്നല്ലാതെ അതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വേണ്ട, ഈ റൗഡിത്തരം ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. വല്ലവരുടെ മുന്നിൽ പോയി സംസാരിക്കുമ്പോൾ ആ രീതി വേണം സംസാരിക്കാനായിട്ട് ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് നിധി. ഇതേ സമയത്ത് ഹരീഷ് നികേഷിനെ വിളിക്കണം. എടാ നീ വീട്ടിലെത്തിയെന്ന് ചോദിച്ചു. ഞാനത് ഇപ്പോഴെത്തിയതുള്ളെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു ഹരീഷ് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ചന്തി ചോദിച്ചു, എന്താ ഹരീഷ് ഏട്ടാ എന്തിനാ അവനെ വിളിച്ചെന്ന് ചോദിച്ചു. അല്ല അവനെ ആകെപ്പാടെ വിഷമിച്ചല്ലേ പോയത്, അതുകൊണ്ട് വീട്ടിലെത്തിയെന്ന് അറിയാൻ വേണ്ടി വിളിച്ച. എൻ്റെ ഹരീഷ് ഏട്ടാ ഇതിനകത്തേക്ക് എത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഹരീഷ് ഏട്ടൻ ഇത് പുതുമയുള്ള കാര്യമൊന്നും അല്ലല്ലോ. എനിക്കല്ലടാ, പക്ഷെ നികേഷിന് അങ്ങനെയല്ലോ. അവനിത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായി. ഒന്നാമത്തെ കാര്യം സുഭാഷേൻ്റെ കല്യാണം എതിരായിട്ട് നടന്നിട്ടില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നീതു അങ്ങോട്ടേക്ക് വരുന്നേ. നീതുവിന് ഭയങ്കര ഇഷ്ടമാണല്ലോ ഹരീഷിനെ. അപ്പോഴേക്കും ചന്തു പറഞ്ഞു, ദേ വരുന്നുണ്ട് ഹരീഷേൻ്റെ ആള് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നീതു അങ്ങോട്ട് വന്നു. കയ്യിൽ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഹരീഷിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. ഹരീഷ് ഇങ്ങനെ നോക്കണം. അപ്പോഴേക്കും ചന്തു വന്ന് എടുത്ത് കഴിച്ചു. ആ സമയത്ത് നീതു പറഞ്ഞു, എന്താ ഹരീഷേട്ടാ ഹരീഷേൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കണേന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. ഹരീഷ് ഇങ്ങനെയൊന്ന് ആലോചിക്കുകയാണ്. കാരണം കടയിൽ വരുന്നവരും പോകുന്നവരും ഒക്കെ സുഭാഷിൻ്റെ കല്യാണം മുടങ്ങിയതിനെ കൂടി സംസാരിക്കുന്നുണ്ട്. അതുമാത്രമല്ല സുഭാഷിൻ്റെ കല്യാണം മുടങ്ങിയതിൽ എല്ലാവർക്കും സങ്കടമുണ്ട്. ഈ സമയത്ത് ഹരീഷ് സീറ്റ്സ് എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ചന്തു പറഞ്ഞു, ഹരീഷേട്ടൻ കണ്ടോ ഇപ്പോഴും നീതുവിനെ അങ്ങോട്ട് ഉൾക്കൊണ്ടിട്ടില്ല കണ്ടോ. നീതു പറഞ്ഞിട്ട് ഹരീഷാണ്ട് സീറ്റ്സ് ഇതൊക്കെ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. നീതു പറഞ്ഞു, ഇതൊക്കെ മാറും, കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഹരീഷേനെ മാറ്റിയെടുക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷ് നീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ സമയം നീതു പറഞ്ഞു, ഹരീഷേൻ്റെ ചേട്ടൻ്റെ കല്യാണം നടക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്താ? അവിടെ പെണ്ണില്ലാന്ന് കരുതിയിട്ടല്ലേ, വേറെ പെണ്ണുങ്ങളാരും ഇല്ലെന്ന് കരുതിയിട്ടല്ലേ ഇപ്പോഴാണ്ടേ നിധിയെടുത്തി വന്നില്ലേ, ഇനിയിപ്പം ഞാനും കൂടെ വന്നു കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആവെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഒരു നിമിഷം ഇങ്ങനെ ഹരീഷ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. പിന്നീട് ഹരീഷ്, നിനക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ സമ്മതമാണോ എന്ന് ചോദിച്ചു. അത് കേട്ടതും ചന്തു പറഞ്ഞു, ആഹാ കോളടിച്ചല്ലോ നീതു എന്ന് പറഞ്ഞു. നീതു പറഞ്ഞു, ഇതെന്ത് ചോദ്യം ഹരീഷേട്ടാ, എനിക്ക് സമ്മതമാണോ? 100 വട്ടം സമ്മതമാണ്. നീ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ നീ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമെന്ന് ചോദിച്ചു. പിന്നല്ലാതെ വീട്ടിൽ വന്ന് നിൽക്കാതെ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കണേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുമോ, എൻ്റെ ചേട്ടൻ സുഭാഷിനെ വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ നീ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്താ ഹരീഷ പറഞ്ഞേ? ഹരീഷിന് എന്താ എല്ലാം തമാശയാണോ? ഇതും തമാശയായിട്ടാണോ എടുക്കണേ? ഞാൻ തമാശയ്ക്ക് പറഞ്ഞില്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നീതു പറഞ്ഞു, ഇതേ അനാവശ്യ വർത്താനം പറയരുത്, ഞാൻ ഹരീഷേൻ്റെ പിന്നാലെ നടന്നെന്നും പറഞ്ഞുകൊണ്ട് ഹരീഷേൻ്റെ ചേട്ടനെ കല്യാണം കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ കല്യാണം കഴിക്കാൻ മുട്ട നടക്കുന്ന ഒരാളുമല്ല ഞാൻ, അറിയാലോ. എനിക്ക് ഹരീഷേൻ്റെ ഇഷ്ടമായതുകൊണ്ടാണ് പിന്നാലെ നടക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞുകൊണ്ടല്ലോ ഇത് ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഹരീഷോട് നീതു, വേണ്ട ഹരീഷേട്ടാ, ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഹരീഷേനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരുന്നേ. ചേട്ടൻ്റെ വിവാഹം കഴിഞ്ഞില്ലെന്ന് ഓർത്തോണ്ട് എന്നെ ആ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ചോ? എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഇത്രയും കാലം ഞാൻ സ്നേഹിച്ച് വെറുതെ ആയില്ലേ പോയില്ലേ? ആരെ കല്യാണം കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ ഞാനാ. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇനി മുതൽ ഇടപെടാൻ വന്നേക്കരുത്. ഇതുപോലെ ഒരാളെയാണല്ലോ ഞാൻ പ്രേമിച്ചതെന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് നീതു അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ചന്തി ചോദിച്ചു, എന്താ ഹരീഷേട്ടത് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നേ?
നാണക്കേടായി പോയില്ലേ? നീതു ഇത് ആരുടെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരീഷ് ഏട്ടൻ്റെ തല ഒഴുത്തി നടക്കാൻ പറ്റുമോ? എടാ നിനക്കറിയാലോ സുഭാഷ് ഏട്ടൻ്റെ വിവാഹം നടന്നിട്ടില്ല. ഒരു പക്ഷേ വീട്ടിലാണെങ്കിൽ പെണ്ണുങ്ങൾ വാഴില്ല എന്ന് കരുതിയിട്ടായിരിക്കും ഇപ്പം നിധിയടത്തി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇവൾക്ക് സമ്മതമാണെങ്കിൽ സുഭാഷ് ഏട്ടൻ്റെ ജീവിതം ഉണ്ടാവില്ലോ എന്നർത്ഥം ഞാൻ പറഞ്ഞേ. ഓ ഇതുപോലൊരു ബുദ്ധിമോശം പറയാൻ പാടില്ലായിരുന്നു. നീതുവിന് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ ഹരീഷ് ഏട്ടന് കാണാനായിട്ട് വന്നേ. ഹരീഷ് ഏട്ട് വേണ്ടിയിട്ട് ബന്ധത്തിന് താല്പര്യമെന്ന് പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടന് വിവാഹം കഴിക്കാൻ അവൾ തയ്യാറാവാൻ തോന്നുന്നുണ്ടോ? കുറച്ചൊക്കെ ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. അവൾ എന്ത് വിചാരിച്ചു കാണും? അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി സുഭാഷിന്. ഭയങ്കര സന്തോഷമായിപ്പോൾ ഹരീഷിന്. ഇത്രയ്ക്കൊന്നും ഹരീഷ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പക്ഷേങ്കിൽ അവൾ തൻ്റെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ സുഭാഷ് ഏട്ടനൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഹരീഷ് അങ്ങനെയൊക്കെ പറയണത്. പിന്നീട് സുഭാഷും സുധീഷും കൂടെ വീട്ടിലേക്ക് വരികയാണ്. ആ സമയം നികേഷും നിധിയും കൂടെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും സുഭാഷ് ചോദിച്ചു, അല്ല നിങ്ങൾ ഇതിനായിട്ട് ഒന്നും കഴിച്ചില്ലെന്ന് ചോദിച്ചു. ആ സമയം നികേഷ് പറഞ്ഞു കഴിച്ചില്ല. നിധി പറഞ്ഞു വിശക്കുന്നില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ വരാത്തോണ്ടായിരിക്കും നീ കഴിക്കാത്തല്ലെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിധി പറഞ്ഞു, സുധീഷ് വരാത്തോണ്ടോ നല്ല കഥയായെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അതെ ഞാൻ പോയി അകത്തെടുത്ത് വെക്കാം, കൈ എഴുതിട്ട് വരാൻ പറഞ്ഞു. അതെന്ന് പറഞ്ഞിട്ട് സുഭാഷ് ആഹാരം എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, എന്നെ നോക്കിയിരുന്നല്ലേ, ഭർത്താവ് വരാൻ വേണ്ടി കാത്തിരുന്നല്ലേന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ നികേഷ് നിധി ഒന്ന് നോക്കി. നിധി പറഞ്ഞു, സുധീഷ് വരാൻ വേണ്ടി കാത്തിരുന്നല്ല, സുധീഷ് വന്നിട്ടുണ്ടെങ്കിൽ സുധീഷിനെ ഓടിച്ചിട്ട് ഞങ്ങൾക്ക് 3 പേർക്ക് കൂടി ഇത് കഴിക്കാനായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ നികേഷ് പൊട്ടിച്ചിരിക്കുകയാണ്. പിന്നീട് സുഭാഷ് ആഹാരം കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് നീതു കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. നീതുവിനെ കണ്ടു കഴിഞ്ഞപ്പം സുധീഷ് പറഞ്ഞു, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നീതു വന്നിന്ന് കരയുവാണ്. ആ കരച്ചിലുണ്ടപ്പോൾ സുധീഷ് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ എന്ത് പറ്റാനായിട്ടാ? അല്ല ഹരീഷ് ഏട്ടനുമായിട്ട് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ, വഴക്കുവല്ലോ ഉണ്ടാക്കിയോ? ഇനി ഞാൻ എന്താണെന്ന് ഹരീഷ് ഏട്ടൻ്റെ പിന്നാലെ നടക്കില്ല. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ എന്നെ ചെരിപ്പുരി അടിച്ചോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ നികേഷ് പറഞ്ഞു, എന്ത് പറ്റി നീതു, ഇപ്പൊ പുതിയ പ്രശ്നം എന്താന്ന് ചോദിച്ചു. ആ സമയം നീതു പറഞ്ഞു, സുഭാഷ് ഏട്ടൻ അറിയാലോ എനിക്ക് ഹരീഷ് ഏട്ടനെ എത്രമാത്രം ഇഷ്ടമാണ്. ഹരീഷ് ഏട്ടൻ മിണ്ടിയില്ലെങ്കിൽ പോലും ഞാൻ സുഭാഷ് ഏട്ടനോട് ഒന്ന് പരാതി പറയുന്നതല്ലേ. അപ്പൊ സുഭാഷ് ഏട്ടൻ എന്താ പറഞ്ഞേ, അവന്റെ സ്വഭാവം ഇങ്ങനെയാണ്, അവനെല്ലാം മാറിക്കോളും എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളല്ലേ. അതെ, എന്നിട്ട് ഇപ്പൊ എന്തു പറ്റി? ഇപ്പൊ എന്ത് പറ്റാനായിട്ടാ? അവനെ ഞാൻ അത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ട് അവൻ എന്നോട് അങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞെന്ന് പറഞ്ഞു. എങ്ങനത്തെ വർത്താനം പറഞ്ഞെന്ന്? അവൻ എന്നോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത മോശമായിട്ടൊരു വർത്താനം പറഞ്ഞു. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, അവൻ അത്ര വൃത്തികെട്ടവനൊന്നുമല്ല. നീതി പറഞ്ഞു, ഹരീഷിനെ അറിയാം എനിക്ക്, അവൻ നല്ലവനാ, അവൻ ഒരിക്കലും അങ്ങനെ വൃത്തികെട്ടൊരു വാക്ക് പറയില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം നീതു പറഞ്ഞു, അതൊക്കെ നിങ്ങൾക്ക് തോന്നാ, നിങ്ങളുടെ അനുജനെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാ, പക്ഷേ അവനെപ്പോലൊരു വൃത്തികെട്ടവനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നികേഷോട്, നീതു നീ ഇങ്ങനെ കാര്യം വളച്ചു കിട്ടില്ലാതെ പറയാൻ നോക്ക്, എന്തിനാ ഇങ്ങനെ വളച്ചു കിട്ടിക്കൊണ്ട് പോകുന്നേ? അത് പിന്നെ ഞാൻ കാര്യം എന്താ വെച്ചാൽ പറ. അവൻ പറഞ്ഞ എന്താണെന്നറിയാവോ, ഇന്ന് അവൻ്റെ അടുത്തേക്ക് ഞാൻ കടയിൽ ചെന്നു, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകുന്ന അവനെ കണ്ടു കഴിയുമ്പോൾ എനിക്കൊരു സമാധാനമാവും. അവൻ പലപ്പോഴും എന്നോട് മിണ്ടാൻ പോലും കൂട്ടാക്കാറില്ല, പക്ഷെ ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര വിഷമം, സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ അവൻ എന്നോട് ചോദിച്ചു വീട്ടിലേക്ക് വരാൻ തയ്യാറാണോന്ന്. ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ്, ഞാൻ ആ കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് നിന്നോളാന്ന് പറഞ്ഞു. അപ്പോഴവൻ എന്നോട് ചോദിച്ചെന്താണെന്നറിയോ, അങ്ങനെയാണെങ്കിൽ സുഭാഷ് ഏട്ടൻ്റെ ഭാര്യയായിട്ട് വീട്ടിലേക്ക് വരാമോന്ന്. ഇത് കേട്ടപ്പോൾ നികേഷും സുധീഷും ഒക്കെ പരസ്പരം നോക്കി. ഒരു ഞെട്ടലോടെ നിൽക്കുവാണ് സുഭാഷ്. അയ്യോ നീതു, അത് ചിലപ്പോൾ നിനക്ക് തോന്നിയതായിരിക്കും, അവൻ അങ്ങനെയൊന്നും ആയിരിക്കില്ല, സത്യമാ സുഭാഷ് ഏട്ടൻ പറയണേ, അല്ലെങ്കിൽ അനുജൻ വരുമ്പോൾ ചോദിച്ചു നോക്ക്, അവൻ അങ്ങനെ തന്നെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷും നികേഷും കൂടെ അവിടെ ഭയങ്കര ചിരിയാണ്. ഇത് കേട്ടപ്പോൾ നീതു നോക്കി, നിങ്ങൾ ചിരിക്കുമൊന്നും വേണ്ട, ഉള്ള സത്യം പറഞ്ഞേ, അവൻ്റെ പിന്നാലെ ഇത്രയും നാളും ഞാൻ നടന്നേന്ന് പറഞ്ഞു. ഇതേ സുഭാഷ് ഏട്ടാ, ഇത് ഇച്ചിരി ക്രൂരതയായി പോയെന്ന് പറഞ്ഞു. സുഭാഷ് ഏട്ടൻ അനുജൻ ചെയ്തേ. അയ്യോ നീതു നിങ്ങളൊന്നും പറയരുതേ, ഞാൻ അവനോട് വരും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. വേണ്ട വേണ്ട, ഇനി അവൻ്റെ പിന്നാലെ ഞാൻ നടക്കുന്ന പ്രശ്നമില്ല, ഞാൻ പോയേക്കോന്ന് പറഞ്ഞു. നീതു എന്തെങ്കിലും കഴിച്ചിട്ട് പോ. വേണ്ട വേണ്ട, അത് അവൻ വരുമ്പോൾ അങ്ങോട്ട് കൊടുത്താലേ വാരി ഉരുട്ടി കൊടുക്ക്, അവൻ എന്താണെങ്കിലും ഇതുപോലെയൊക്കെ പറയാനുള്ള ആരോഗ്യം കാര്യങ്ങളൊക്കെ വേണ്ടേന്ന് പറഞ്ഞു. നീതു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ കിടന്ന് ഭയങ്കര ചിരിയാണ് സുധീഷും ഹരീഷും കൂടെ. അപ്പോഴേക്കും നീതി പറഞ്ഞു, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ, ഒരു മനുഷ്യനൊരു ആപത്ത് വരുമ്പോൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്, ഇത് ആപത്തല്ലല്ലോ. എന്നാൽ ഹരീഷിനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, എടാ നീ ഒന്നും ചിരിക്കില്ലടാ, അവൻ്റെ സ്വഭാവം അറിയാവുന്നല്ലേ, പിന്നെ അവൻ്റെ സ്വഭാവം അവന് ശരിക്കും തലയ്ക്ക് ഭ്രാന്താന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ചോദിക്കുക. സുഭാഷിന് സങ്കടമായിപ്പോയി, കാരണം തനിക്കൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അവന് ചിലപ്പോൾ നീതുവിനെ ഇഷ്ടമായിരിക്കും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ എന്നൊരു ചിന്ത സുഭാഷിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.